എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, 2025 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? 2025 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? ആൻസർ ക്വാലാലംപൂർ. മലേഷ്യയിലെ ക്വാലാലംപൂരിലാണ് 2025 ആസിയാൻ ഉച്ചകോടിയുടെ വേദി. 2025 ആസിയാനിൽ 11ാമത് രാജ്യമായി ഔദ്യോഗികമായി ചേർന്ന രാജ്യം ഏതാണ്? 2025 ആസിയാനിൽ 11ാമത് രാജ്യമായി ഔദ്യോഗികമായി ചേർന്ന രാജ്യം ഏതാണ്? ആൻസർ കിഴക്കൻ തിമോർ. കിഴക്കൻ തിമോറാണ് 2025 ആസിയാനിൽ 11ാമത് രാജ്യമായി ഔദ്യോഗികമായി ചേർന്ന രാജ്യം. 2025 20ാമത് G20 ഉച്ചകോടിക്ക് വേദിയായത്? 2025 20ാമത് G20 ഉച്ചകോടിക്ക് വേദിയായത്? ആൻസർ ജോഹന്നാസ്ബർഗ്. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗാണ് 2025 20ാമത് G20 ഉച്ചകോടിക്ക് വേദിയായത്. 2025 കാലാവസ്ഥ ഉച്ചകോടി COP29 വേദി എവിടെയാണ്? 2025 കാലാവസ്ഥ ഉച്ചകോടി COP29 വേദി എവിടെയാണ്? ആൻസർ ബാക്കു. അസർബൈജാനിലെ ബാക്കുവിലാണ് 2025 കാലാവസ്ഥ ഉച്ചകോടി COP29 വേദി. 2026 കാലാവസ്ഥ ഉച്ചകോടി COP30 വേദി എവിടെയാണ്? 2026 കാലാവസ്ഥ ഉച്ചകോടി COP30 വേദി എവിടെയാണ്? ആൻസർ ബെലേം. ബ്രസീലിലെ ബെലേമിലാണ് 2026 കാലാവസ്ഥ ഉച്ചകോടി COP30 വേദി. 14ാമത് ജൂനിയർ ഹോക്കി ലോകകപ്പിന്റെ വേദി എവിടെയാണ്? 14ാമത് ജൂനിയർ ഹോക്കി ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ആൻസർ ഇന്ത്യ. ഇന്ത്യയിലാണ് 14ാമത് ജൂനിയർ ഹോക്കി ലോകകപ്പിന്റെ വേദി. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആരാണ്? ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആരാണ്? ആൻസർ PR ശ്രീജേഷ്. PR ശ്രീജേഷാണ് ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ പരിശീലകൻ. 2025 നവംബറിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ആരാണ്? 2025 നവംബറിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ആരാണ്? ആൻസർ ലക്ഷ്യ സെൻ. ലക്ഷ്യ സെന്നാണ് 2025 നവംബറിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരം. 2025 വനിതാ കബഡി ലോകകപ്പ് വേദി എവിടെയാണ്? 2025 വനിതാ കബഡി ലോകകപ്പ് വേദി എവിടെയാണ്? ആൻസർ ഇന്ത്യ. ഇന്ത്യയാണ് 2025 വനിതാ കബഡി ലോകകപ്പ് വേദി. 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യ. ഇന്ത്യയാണ് 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയ രാജ്യം. കാഴ്ചപരിമിതരുടെ ആദ്യ വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? കാഴ്ചപരിമിതരുടെ ആദ്യ വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യ. ഇന്ത്യയാണ് കാഴ്ചപരിമിതരുടെ ആദ്യ വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം. കാഴ്ചപരിമിതർക്കുള്ള പ്രഥമ വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് വേദി. കാഴ്ചപരിമിതർക്കുള്ള പ്രഥമ വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് വേദി എവിടെയാണ്? ആൻസർ ഇന്ത്യ ശ്രീലങ്ക. ഇന്ത്യ ശ്രീലങ്കയിലാണ് കാഴ്ചപരിമിതർക്കുള്ള പ്രഥമ വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി.
2025 US ഓപ്പൺ പുരുഷ ഫൈനലിൽ കിരീടം നേടിയത് ആരാണ്? 2025 US ഓപ്പൺ പുരുഷ ഫൈനലിൽ കിരീടം നേടിയത് ആരാണ്? ആൻസർ കാർലോസ് അൽക്കാരസ്. കാർലോസ് അൽക്കാരസ് ആണ് 2025 US ഓപ്പൺ പുരുഷ ഫൈനലിൽ കിരീടം നേടിയത്. 2025 ഫിഡെ പുരുഷ ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദി എവിടെയാണ്? 2025 ഫിഡെ പുരുഷ ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദി എവിടെയാണ്? ആൻസർ തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് 2025 ഫിഡെ പുരുഷ ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദി. 2025 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയത് ആരാണ്? 2025 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയത് ആരാണ്? ആൻസർ ജെയ്സ്മിൻ ലെംബോറിയ. ഹരിയാനയിലെ ജെയ്സ്മിൻ ലെംബോറിയയാണ് 2025 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയത്. 2025 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരാണ്? 2025 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരാണ്? ആൻസർ ഫാത്തിമ ബോഷ്. മെക്സിക്കോയിലെ ഫാത്തിമ ബോഷാണ് 2025 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത്. 2025 15ാമത് ഹോക്കി ഇന്ത്യ സബ് ജൂനിയർ വനിതാ ദേശീയ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം ഏതാണ്? 2025 15ാമത് ഹോക്കി ഇന്ത്യ സബ് ജൂനിയർ വനിതാ ദേശീയ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ജാർഖണ്ഡ്. ജാർഖണ്ഡാണ് 2025 15ാമത് ഹോക്കി ഇന്ത്യ സബ് ജൂനിയർ വനിതാ ദേശീയ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം. 2025 ജൂലൈയിൽ അന്തരിച്ച മുൻ കേരള മുഖ്യമന്ത്രി ആരാണ്? 2025 ജൂലൈയിൽ അന്തരിച്ച മുൻ കേരള മുഖ്യമന്ത്രി ആരാണ്? ആൻസർ VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദനാണ് 2025 ജൂലൈയിൽ അന്തരിച്ച മുൻ കേരള മുഖ്യമന്ത്രി. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻസർ ആനമലൈ കടുവ സംരക്ഷണ കേന്ദ്രം. തമിഴ്നാട്ടിലെ ആനമലൈ കടുവ സംരക്ഷണ കേന്ദ്രത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം. ആൻസർ അനുച്ഛേദം 67A. അനുച്ഛേദം 67A ആണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം. 2025 അണ്ടർ 21 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം. 2025 അണ്ടർ 21 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം. ആൻസർ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടാണ് 2025 അണ്ടർ 21 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായത് ആരാണ്? RPFന്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായത് ആരാണ്? ആൻസർ സൊണാലി മിശ്ര. സൊണാലി മിശ്രയാണ് RPFന്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായത്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ 50 കിലോവാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ 50 കിലോവാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻസർ അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ 50 കിലോവാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത്.